സി ജോർജിനും ഷോൺ ജോർജിനുമെതിരെ കടുത്ത വിമർശനവുമായി ബി.ജെ.പി. കേരള രാഷ്ട്രീയത്തിൽ 3 മുന്നണികളിലും അംഗമായിട്ടുള്ള ഒരേയൊരു നേതാവാണ് പി.സി. ജോർജ്. വലതുപക്ഷത്തെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായിരുന്ന പി.സി. കേരള കോൺഗ്രസിലെ പടലപ്പിണക്കത്തിനിടെ ഉടക്കിപ്പിരിഞ്ഞാണ് ഇടതുപാളയത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് വീണ്ടും തെറ്റിപ്പിരിഞ്ഞ് ജനപക്ഷം എന്ന സ്വന്തം പക്ഷത്തെ എൻ.ഡി.എയുമായി കൂട്ടിക്കെട്ടിയപ്പോൾ തന്നെ എൻ.ഡി.എ വിട്ടാൽ ഇനി ഏത് പാളയത്തിലേക്ക് പി.സി. സഞ്ചരിക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. പി.സിയുടെ നാക്ക് തന്നെയാണ് പി.സിയെ പലപ്പോഴും വെട്ടിലാക്കിയിട്ടുള്ളത്. ഇടത് വലത് മുന്നണികളിൽ നിന്ന് പടിയിറങ്ങിയ പി.സിക്ക് ഇനി ഒരിക്കലും ആ പടി ചവിട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇരു മുന്നണികളും പി.സിയെ പടികയറി ചെല്ലാൻ അനുവദിക്കില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴിതാ എൻ.ഡി.എയിലെ നിലനിൽപ്പും പി.സിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. കോട്ടയത്തെ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവച്ചാണ് പി.സിയെയും മകൻ ഷോണിനെയും ബി.ജെ.പി കൂടെ കൂട്ടിയത്. കോട്ടയത്ത് മത്സരിക്കാൻ സീറ്റുകൾ നൽകിയപ്പോൾ വിജയിച്ചില്ലെങ്കിലും മാന്യമായ വോട്ട് വിഹിതം ഇവരിൽ നിന്ന് ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്നു. പി.സി എത്തുന്നതോടെ കോട്ടയത്തെ അച്ചായന്മാർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും പാർട്ടിക്കുണ്ടായിരുന്നു. എന്നാൽ പി.സിയുടെ നാവ് അവിടെയും വില്ലനായി. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ജോർജും മകനും സഭാ അധ്യക്ഷന്മാരെ ചീത്ത വിളിച്ചത് തിരിച്ചടിയായി എന്നാണ് ബി.ജെ.പി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇന്നലെ നടന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിലാണ് പി.സി. ജോർജിനും ഷോൺ ജോർജിനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം. പരാജയത്തെപ്പറ്റിയുള്ള ചർച്ചകൾക്കായാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. ബി.ജെ.പി ഹിന്ദുത്വ നിലപാട് വെടിയണമെന്ന് ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്നത്. ഇത്തരത്തിലൊരു പേരുദോഷമുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് മാറിയതെന്ന് നേതാക്കൾ തിരിച്ചടിച്ചു. വോട്ടെണ്ണുന്നതിന് മുമ്പ് ജോർജും ഷോണും സഭാ അധ്യക്ഷന്മാരെ വിമർശിച്ചുവെന്നും നേതാക്കൾ കമ്മിറ്റിയിൽ പറഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെ ക്രൈസ്തവ വോട്ട് കിട്ടുമെന്നും ബി.ജെ.പി നേതാക്കൾ ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി പോലും ഷോണിനും ജോർജിനും പറയാനുണ്ടായിരുന്നില്ല. കൂടുതൽ പറഞ്ഞ് എൻ.ഡി.എയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ കയറി ചെല്ലാൻ ഇടമില്ലാത്തത് കൊണ്ടാണോ പി.സിയുടെ നാവ് നിശബ്ദമായതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കാതിരുന്ന പി.സിക്കും മകനും ഇനി എൻ.ഡി.എയിൽ വലിയ പ്രാധാന്യം ലഭിക്കുമെന്ന് കരുതാനാവില്ല. എന്നാൽ പി.സി അങ്ങനെ രാഷ്ട്രീയ ചാണക്യനെ അങ്ങ് എഴുതിത്തള്ളാൻ 140 ന്യൂസ് പൊളിറ്റിക്സ് ഒരുക്കമല്ല. എൻ.ഡി.എയിൽ നിന്ന് പടിയിറങ്ങിയാൽ കേരളത്തിലൊരു 4ാം മുന്നണി പോലും ഉണ്ടാക്കാൻ പ്രാപ്തനായ ഒരു നേതാവാണ് പി.സി എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്.